എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറേ അധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് നമ്മൾ ഷോർട്സ് ഒക്കെയാണ് ഇടാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ, അതായത് നല്ലൊരു പൂന്തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറേ അധികം പ്ലാന്റുകൾ. ചിലതിന് കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാൽ ചിലതിന് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത നിങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള പ്ലാന്റുകളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് വൺ നമ്മൾ കാണിക്കുന്നത് കമേലിയാണ്. കമേലിയയുടെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കമേലിയ പ്ലാന്റിന് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. 140 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിന്റെ 5 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ചെറിയ പ്ലാന്റിന്റെ, വലിയ പ്ലാന്റുകൾ നമ്മൾ 5 കളേഴ്സ് വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും യെസ്റ്റർഡേ ടുഡേ ടുമോറോ നല്ല രീതിയിൽ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മഡഗാസ്കർ ജാസ്മിൻ ആണ്. ഇത് നമ്മൾ 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മൾ 100 രൂപയ്ക്ക് ഈ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെയൊക്കെ കൊറിയർ ചാർജ് വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഇത് മഡഗാസ്കർ ജാസ്മിന്റെ പ്ലാന്റ് സൈസ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തെച്ചിയാണ് കേട്ടോ. ഇതിന്റെ 5 കളേഴ്സ് നമുക്കുണ്ട്. അതിന്റെ കൂടുതലായിട്ട് വീഡിയോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് ഫ്രൂട്ടും പൂവും ഒരുപോലെ ഭംഗിയുള്ള ലെമൺ വൈന്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുള്ള, വെള്ള കളറില്. ഇത് നമ്മുടെ യെല്ലോ മലസ്റ്റോമ എന്ന് പറയും. അത് യെല്ലോ കളറിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബബിൾ പ്ലാന്റ് ആണ്. അപ്പൊ ഈ 3 പ്ലാന്റുകൾക്കും 80 രൂപ തന്നെയാണ്. മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന 3 പ്ലാന്റ്സിനും ലെമൺ വൈനും മെലസ്റ്റോമയും ഒക്കെ നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ ബബിൾ പ്ലാന്റും 80 രൂപ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് 3ഉം കൂടെ ഒരുമിച്ച് റേറ്റ് പറഞ്ഞത്. 80 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരുപാട് ഒരു 10ഓളം വെറൈറ്റി ഫേൺസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് 350 രൂപയായിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തെച്ചിയുടെ റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്. റെഡ് മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പൊങ്ങി പോകുമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന, പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ റെഡും. അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ഒരു വൈറ്റ് കളറിലുള്ള തെച്ചി പ്ലാന്റ് ആണ് കേട്ടോ. തെച്ചിയുടെ വൈറ്റ്. അടുത്തത് ഒരു പിങ്ക് കളർ. ഇതെല്ലാം നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ്. ഇനി നിലത്ത് വേണ്ടവർക്ക് അങ്ങനെയും വളർത്താം കേട്ടോ. നിലത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി അത് പൊങ്ങിപ്പോകാനായിട്ട് ഇടവരും. ഇത് നമ്മുടെ ഗാർലിക് വൈനാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് 80 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇനി ഇതുപോലത്തെ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ടെക്കോമ പ്ലാന്റ്സ് ആണ്. ടെക്കോമയുടെ 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് നമ്മുടെ തെച്ചിയുടെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ തെച്ചി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. തെച്ചിക്ക് കുറച്ച് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ്, അതുകൊണ്ടാണ് 120 രൂപ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം. ഇനി ഇല്ല, നിങ്ങൾക്ക് ഈ 5 പ്ലാന്റുകൾ വേണമെങ്കിലും വാങ്ങാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം. ഇനി എല്ലാ പ്ലാന്റും വാങ്ങാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ മാണ്ടിവില്ല. ഇതിന്റെ റെഡ്, പിങ്ക്, യെല്ലോ ഈ 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സ്നോ റോസ് ആണ്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത്. ഇത് 80 രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത്. ഇതാണ് നമ്മുടെ ലെമൺ വൈൻ്റെ ഫ്ലവർ. അതിൽ നമ്മുടെ നാരങ്ങ പോലെ തന്നെയുള്ള കായും ഇതിലുണ്ടാകും കേട്ടോ, ഫ്രൂട്ട്. ഇതാണ് ലെമൺ വൈൻ്റെ കായ്. അത് പഴുത്ത് കഴിയുമ്പോൾ ഈ ഓറഞ്ച് കളറിലാവും. അപ്പം നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ലെമൺ വൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്ലാന്റ് സൈസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലോറ പെറ്റാലം പ്ലാന്റ്.
ലോറ പെറ്റാലത്തിന് നമുക്ക് 100 രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഗാർഡന്റെ ബോർഡ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റ് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ലീഫും അതുപോലെ തന്നെ പൂവും ഒരുപോലെ ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാത്തവർ എൻ്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം പ്ലാന്റ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ പ്ലാന്റുകളും ഈ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലില്ലാത്ത പ്ലാന്റുകളും നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ്. ഇതിൻ്റെ 5 കളേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിറ്റോണിയയുടെ 5 കളേഴ്സ്. ഫിറ്റോണിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 245 രൂപയാണ്. 5 പ്ലാന്റിന് റേറ്റ് വരുന്നത് 245 രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന സൈസ് ഈ ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ്. നമുക്ക് നല്ലൊരു ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റുകളാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ്. ഇതിന്റെ 5 കളേഴ്സിനും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് 250 രൂപയാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ഇത് ഞങ്ങൾ ജിഫിയിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഫി നീക്കാൻ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ജിഫി ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം. ഇല്ല ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് ഈ പ്ലാന്റ് നടാവുന്നതാണ്. ഇങ്ങനെ 5 കളേഴ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. ഇത് നമ്മുടെ ജെയ്ഡ് എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് അതുപോലെ ഒരു സിറ്റ് ഔട്ടിലും ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിന് മുകളിലൊക്കെ ഈ പ്ലാന്റ് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയായ ഗ്രീനും റോസും കളർന്ന ലീഫുകളാണ് ആ ജെയ്ഡിന്റെ പ്രത്യേകത. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെപ്സാലിസ്. നമുക്ക് നല്ല ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് റെപ്സാലിസ് എന്ന് പറയുന്നത്. ഈ റെപ്സാലിസിന്റെ പ്രത്യേകത നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പ്ലാന്റിന് ഈ റെഡ് കളർ വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ഫുള്ളി ഗ്രീൻ ആയിട്ട് മാറും. ഇതിന്റെ അടിയിലായിട്ട് പേളുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ പേളും ഈ റെഡ് കളറും കൂടിയാണ് ഈ ചെടിയെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.